നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞത് കുടപത്രത്തെക്കുറിച്ചാണ്. കുടപത്രം എന്ന് പറഞ്ഞാൽ ശത്രുദോഷം പോലുള്ള ദോഷമാണ്. അത് ഒരുപാട് പേരുടെ സംശയമാണ്. ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് ഇതിനെക്കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ഈ കുടപത്രം എന്ന് കേൾക്കുമ്പോൾ അതൊരു വൃത്തികെട്ട പേര്, അല്ലെങ്കിൽ അതൊരു ഒരു ലോക്കൽ ഏർപ്പാടാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അല്ല, ഏറ്റവും കൂടുതൽ ഉന്നത തലത്തിൽ നിൽക്കുന്നവർ തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. വലിയ വലിയ രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും അതുപോലുള്ള വലിയ മേഖലയിൽ ഗ്ലാമർ മേഖലയിലൊക്കെ നിൽക്കുന്നവർ, അവർക്ക് എതിരാളി വരുമ്പോൾ ചെയ്യുന്ന പല വിഷയങ്ങളാണ്. അത് വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ അത് ബാധിക്കുന്നുണ്ട്. അത് ബാധിക്കാൻ ഒരു കാരണമെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി നമ്മൾ എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് കിട്ടും. അത് അതിഭയങ്കരവുമായിരിക്കും. അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ കൂടപത്രം വന്നാൽ അത് രോഗങ്ങൾ നമുക്കുണ്ടാക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായി തന്നെ ഞാൻ പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുകൊണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി കൂടി നിങ്ങൾക്ക് ഞാൻ തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഈ പ്രേതങ്ങളെക്കുറിച്ച് അറിയാനായിട്ട്, പ്രേതബാധകൾ, പ്രേതം എങ്ങനെ വരുന്നു, അത് വന്നാൽ എന്തൊക്കെയാണ് നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, അതെങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ മനസ്സിലാക്കാം, അതിനെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ ഈ ചാനൽ അധികമായി തന്നെ പറയുന്നുണ്ട്. എനിക്ക് മറ്റൊരു ചാനലുണ്ട്, ഗുരുവര എന്നാണ് അതിൻ്റെ പേര്. ആ ചാനലും കൂടി നിങ്ങൾ എന്നെ ഒന്ന് കണ്ട് എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. കൂടപത്രം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പേര് പോലെ തന്നെ ഏറ്റവും വൃത്തികെട്ടതും എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കാണിക്കാൻ പാടില്ലാത്ത ഏറ്റവും വലിയൊരു കാര്യമാണത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാര്യം ഒരാളുടെ നന്മയെ കെടുത്തുന്നതാണ്. അപ്പം ഇന്നത്തെ പലരുടെയും ചോദ്യം, കൂടപത്രം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടപത്രം ബാധിച്ച ഒരാൾക്ക് രോഗങ്ങൾ വരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ആദ്യമേ പറയാം, ഈ കൂടപത്രം എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവാണ്, നെഗറ്റീവ് പവറാണ്. ഇത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിലുള്ള രോഗങ്ങളെ വർദ്ധിപ്പിക്കുകയോ നമ്മളിലുള്ള ദുസ്വഭാവത്തെ വർദ്ധിപ്പിക്കുകയോ ചെയ്യാം. എന്താണ് ദുസ്വഭാവം എന്ന് ചോദിച്ചാൽ, ഒന്നിനെ കുറിച്ച് ഞാൻ പറയാം. മദ്യപാനശീലം. അതായത് ആഴ്ചയിലോ മാസത്തിലൊക്കെ ഒരിക്കൽ ഒരു ചെറിയ പെഗ് അടിച്ച് സംതൃപ്തി അടയുന്ന ഒരു വ്യക്തി, അതൊരു ദുസ്വഭാവമല്ല. ഡോക്ടർമാർ എന്നെ പറഞ്ഞിട്ടുണ്ട്, RUM റെഗുലർ യൂസ് മെഡിസിൻ എന്നാണ്. അതൊരു കണക്കിന് നമ്മൾ കഴിച്ചാൽ അത് നമുക്കൊരു മരുന്ന് പോലെ, ഒരു മെഡിസിൻ പോലെ നമുക്ക് അത് ഉപയോഗപ്പെടും. ഇതെപ്പോഴാണ് നമുക്ക് ദോഷമായി വരുന്നത്? അത് മദ്യം കാടി കുടിക്കും പോലെ കുടിക്കുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. അപ്പോൾ ഈ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിലോ ഒക്കെ വെച്ച് ചെറുതായിട്ട് കഴിക്കുന്ന ഒരാൾ, അത് അയാൾക്ക് പിന്നീട് ഒരു ടെൻഡൻസിയായി മാറുകയും, അതായത് ഇതുപോലുള്ള കൂടപത്രങ്ങളോ ദോഷങ്ങളോ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മദ്യം, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടമുണ്ടല്ലോ, അതുകൊണ്ടാണ് വല്ലപ്പോഴൊക്കെ കഴിക്കുന്നത്. ഇഷ്ടമില്ലാത്ത ഒരാൾ ഒരിക്കലും അത് കഴിക്കില്ല. അപ്പം ഇഷ്ടമുള്ളത് കൊണ്ടാണ് അദ്ദേഹം കുറച്ചെങ്കിലും ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ കഴിക്കുന്നത്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ദുശീലമായി വളരും. അതായത് പിന്നെ ഇത് കഴിക്കാനുള്ള ടെൻഡൻസി, കിട്ടുന്ന പൈസ മൊത്തം അതിന് വേണ്ടി ചിലവാക്കുക, കടം വാങ്ങിച്ച് കുടിക്കുക, പിന്നെ ഒരു കുടിയനായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് യാതൊരു വിധമായ ശ്രദ്ധയും ഇല്ലാതെ വരുന്നു. അത് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയാം. നന്നായി ജോലി ചെയ്ത് വന്നവനായിരിക്കാം, പിന്നെ ജോലിക്ക് പോകില്ല, ചെയ്യുന്ന ജോലിയെല്ലാം പാളി പോകുന്നു. അങ്ങനെ വരുമ്പോൾ അതുവഴിക്കും നമുക്ക് തകർച്ചകൾ ഉണ്ടാകാം. അല്ലാതെ ഈ എന്താണ് നമ്മുടെ ഒരു ശത്രു നമ്മളിലേക്കൊരു ഒരു കൂടപത്രം, ഒരു നെഗറ്റീവ് പവറിനെ പറഞ്ഞു വിടുമ്പോൾ അയാൾ പറയും പോലെ അല്ല നമ്മളിൽ അത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു ഉദ്ദേശം അതായിരിക്കും, അവൻ്റെ ജീവിതത്തെ തകർക്കുക, അവനിപ്പോൾ കിട്ടിയിരിക്കുന്ന എല്ലാ ഭാഗ്യങ്ങളും കെടുത്തുക, അവനെ പിച്ചക്കാരനാക്കുക. ഇത് തന്നെയാണ് പറയുന്നത്. അപ്പം അത് എങ്ങനെ നടപ്പാക്കണം എന്നുള്ളത്, ഈ പവർ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഏത് വിധത്തിൽ നമ്മൾ തകർക്കാൻ പറ്റും, എന്താണ് നമ്മുടെ ബലഹീനത, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആപത്തായി നിൽക്കുന്നത് എന്ന് അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അതിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ദുസ്വഭാവത്തെ വർദ്ധിപ്പിക്കുക. അതുപോലെ നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാവില്ല, നമ്മുടെ ജീവിതം തകർക്കാൻ പറ്റുന്ന എന്തെല്ലാം ദുസ്വഭാവങ്ങളാണ് മനുഷ്യനിലുള്ളത്. പക്ഷെ അതൊന്നും നന്നായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാ മനുഷ്യനും എല്ലാം മാറ്റിവെച്ചിട്ട് സത്യസന്ധനായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് സംഭവിക്കുന്നു. രോഗങ്ങൾ, നമ്മളിലിപ്പോൾ ഒരു രോഗാവസ്ഥ ഉണ്ടെന്ന് ചിന്തിക്കുക. ഇപ്പം ഞാൻ ഇരിക്കുന്നു, എനിക്ക് ക്യാൻസറിൻ്റെയോ അല്ലെങ്കിൽ കരളിൻ്റെയോ വൃക്കയുടെയോ എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ ഒരു അംശം എൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. എല്ലാ മനുഷ്യരിലും ഏതെങ്കിലുമൊക്കെ രോഗത്തിൻ്റെ അംശങ്ങളുണ്ട് എന്ന്
എന്നാണ് സത്യം. പക്ഷേ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു രോഗത്തിൻ്റെ ലക്ഷണം പുറത്ത് കാണുകയോ മരണം വരെയും അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതുപോലുള്ള നെഗറ്റീവുകൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ രോഗം വർദ്ധിക്കുന്നൊരവസ്ഥയുണ്ടാകും. അതോടുകൂടി നമ്മുടെ ജീവിതം താറുമാറാകും. അപ്പോൾ എങ്ങനെ ആണ് രോഗം വരുന്നത് എന്ന് മനസ്സിലായി. രോഗമുണ്ടായിരിക്കാം, നമ്മളെല്ലാവരിലും എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ പ്രതിസന്ധി അതൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. അതൊന്നും നമ്മൾ കാര്യമാക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് അനുഭവപ്പെടുകയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഉള്ള നെഗറ്റീവുകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ രോഗത്തെ വർദ്ധിപ്പിക്കുന്നൊരവസ്ഥ. അതിന് ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു കുടുംബം, 5 പേരുണ്ട് കുടുംബത്തിൽ. ആ കുടുംബത്തിൽ ഒരു 3-4 വർഷം കൊണ്ട് അവർക്കൊരു കൃത്യമായിട്ട് ഇതേ കണക്കൊരു ദോഷം വന്നു. അത് അവർക്കറിയാം. അത് അവർക്ക് പരിഹരിക്കാനും പറ്റിയില്ല. ഒരു 3-4 വർഷം കൊണ്ട് ആ കുടുംബത്തിലെ 4 പേര് ക്യാൻസർ വന്ന് മരിച്ചു. 4 പേരും രക്ഷിക്കാൻ പറ്റിയില്ല. എല്ലാവരെയും അവസാന സ്റ്റേജ്, 4th സ്റ്റേജിൽ അറിയാൻ സാധിക്കുള്ളൂ. 1, 2, 3 അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കാം. 1, 2 ഒക്കെ രക്ഷപ്പെടുത്തിയെടുക്കാം. 3 ആണെങ്കിൽ ഒരുപാട് പരിശ്രമിക്കണം. 4 ആണെങ്കിൽ പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മരണം മാത്രമാണ് മുന്നിലുള്ളത്. രക്ഷപ്പെടുന്നവരുണ്ട് എങ്കിൽ തന്നെയും അത് വലിയ നീളം പോകില്ല എന്നുള്ളതാണ്. 4 പേരും മരണപ്പെട്ടു. ഇനി ഒരേ ഒരാളാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അയാൾ എൻ്റെ അടുത്ത് വന്നു. അയാളും ഇപ്പോൾ ക്യാൻസർ ചികിത്സയിലാണ്. അപ്പോൾ അവർക്കറിയാം ആരാണ് ഇത് ചെയ്തതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്നും. പക്ഷേ ഈ വന്ന ഒരു നെഗറ്റീവ്, അവരിലേക്ക് വന്ന ഒരു ദുഷ്ടശക്തി, അത് നെഗറ്റീവിൻ്റെ ഈ ക്യാൻസറിൻ്റെ കോശങ്ങൾ കൊണ്ടാണോ വന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ ഇവരിലെല്ലാവരിലും ഈ ക്യാൻസർ എന്ന് പറയുന്ന പാരമ്പര്യമായിട്ടൊക്കെ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായിരിക്കാം, ഇവരിലുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനൊരു ദോഷം വന്നില്ലായിരുന്നെങ്കിൽ ഈ ക്യാൻസർ വന്നിട്ടൊന്നും അവർ മരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ലക്ഷണം. രണ്ടാമത് വേറൊന്ന്, ഞാൻ പോയി പരിഹരിക്കാൻ പോയതാണ് ഒരിടത്ത്. അവിടെ എന്ന് വെച്ചാൽ ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. നന്നായി ജോലി ചെയ്ത് നല്ല അധ്വാനിച്ച് ജീവിതം സഹോദരിമാരെയൊക്കെ നന്നായി നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇതേ കണക്ക് ഇതുപോലെ തന്നെ അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞുകൊണ്ട് അവർക്കൊരു ദോഷം ചെയ്യുകയും അത് അവസാനം ഈ ജോലി ചെയ്ത് കൊണ്ടിരുന്ന ഈ ഒരു സഹോദരിമാർക്ക് കല്യാണമൊന്നും കഴിഞ്ഞില്ല. അവർക്ക് പൊതുവേ ദോഷങ്ങളുള്ളതാണ്. എങ്കിലും ഇയാൾ നല്ലൊരു അധ്വാനി ആയതുകൊണ്ട് നല്ല രീതിയിൽ അവർ ജീവിച്ച് മുന്നോട്ട് പോയി. അപ്പോഴത്തേക്കാണ് അടുത്തുള്ള ആളുമായിട്ടൊരു പ്രശ്നം ഇവർക്ക് ഉണ്ടാകുന്നത്. അയാൾ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അയാൾ ചെയ്തത്. കുറച്ച് നാളെ കൊണ്ട് കഴിഞ്ഞതിന് ശേഷം ഇയാൾ പിന്നെ ജോലിക്ക് പോകില്ല, മടി പിടിച്ച് വീട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ആ വീട്ടിലത്തേക്ക് അരി വാങ്ങിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥ. അവർ ചൂടും തകർന്നു എന്നുള്ളതാണ്, പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. പിന്നെ മറ്റൊരു ഭാഗത്ത് ഇതേ കണക്ക് തന്നെ നന്നായി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ, അയാളും ഇതേ കണക്കൊരു ഒരു മതിൽ ഇടിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ കണക്ക് തന്നെയാണ് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, ഇത്ര ദിവസത്തിനുള്ളിൽ നിന്നെ ഞാൻ തകർത്തിരിക്കും. പക്ഷെ ആ ദിവസം ഒന്നും പോയില്ല. അവർ 21 7 എന്താണ് പറഞ്ഞത്, പോയില്ല. ഇദ്ദേഹത്തിന് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ അയാൾ ദിവസം രാവിലെ സൈക്കിളിലാണ്, പണ്ട് നടന്ന സംഭവമാണ്. സൈക്കിളിൽ ജോലിക്ക് പോകും. ഞായറാഴ്ച പോലും അയാൾ വെറുതെ വീട്ടിൽ ഇരിക്കില്ല. ഈ മേശനാണ്. പക്ഷെ പിന്നീട് ഇത് പറഞ്ഞതിന് ശേഷം 2-3 അങ്ങേർക്ക് അനുഭവപ്പെടുന്നത്, ഇദ്ദേഹം സൈക്കിളിൽ പോകുമ്പോൾ സൈക്കിളിൻ്റെ സ്പീഡ് കൂടും. അയാൾ പറയുന്നത് അയാൾ അറിയുന്നില്ല, ആരോ സ്പീഡ് കൂട്ടി പോവുകയാണെന്നാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മൈൻഡ് ഔട്ടായി ശരിക്കും അദ്ദേഹം പിന്നെ മരണപ്പെട്ടു പോയി. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട്. മറ്റൊന്ന്, എറണാകുളം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഒരു ഭാഗത്ത്, അത് ഞാൻ പോയതാണ്, ഇതേ കണക്ക് തന്നെ വലിയ തറവാട്. ആ തറവാട് ഭാഗം വെച്ചപ്പോൾ ഈ തറവാട് വീടും സ്ഥലവും ഒരാൾക്ക് കിട്ടി. ബാക്കി ഉള്ളത് അയാളുടെ ബാക്കി അവകാശികൾക്കൊക്കെ കൊടുത്തു. പക്ഷേ ഈ തറവാട് വീടും ആ ചുറ്റുപാടുള്ള സ്ഥലമായിരുന്നു എല്ലാവർക്കും നോട്ടം. പക്ഷെ ഇദ്ദേഹം ഒരു പ്രിയ പുത്രനായിരുന്നു, അത് ഇളയ സന്തതി എന്തോ ആയിരുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ ഇദ്ദേഹത്തിന് കൊടുത്തു. അതിൻ്റെ പേരിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ അടിയും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായി. ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് എല്ലും കഷ്ണങ്ങളും അതും ഇതും തകടും കൂടും ഒക്കെ കിട്ടി. അങ്ങനെ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. പക്ഷെ അവർ ഇത് കിട്ടിയ അവരിവിടെ അല്ല, അവർ മറ്റൊരു സ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. അവസാനം ഒരു ദിവസം അവിടെ വന്നിട്ട് എന്നെ വിളിച്ചു വരുത്തി. ഞാൻ പോയി നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ അനുഭവിച്ച കാര്യങ്ങളെല്ലാം കൃത്യം തന്നെയാണ്. എല്ലാം മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. പക്ഷേ
അത് മാറ്റാൻ അയാൾ തയ്യാറാകുന്നില്ല. അയാൾ പല ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും പിന്തിരിയുകയാണ്. അപ്പോഴത്തേക്കാണ് ഭാര്യ പറയുന്നത്, സാറേ ഇതാണ് സ്ഥിരം പരിപാടി, എല്ലാവരെയും വിളിക്കും, പലരും വന്ന് സത്യസന്ധമായി പറഞ്ഞു കൊടുക്കും, മാറ്റാമെന്ന് അവർ ഉറപ്പും കൊടുക്കും. പക്ഷെ ഇദ്ദേഹം തയ്യാറാകുന്നില്ല. വീണ്ടും അടുത്തയാളിനെ വിളിക്കാൻ കാര്യം ഇദ്ദേഹം തന്നെ അത് കഴിയുമ്പോൾ ഭാര്യയോട് പറയും, അയ്യോ എനിക്കത് മാറ്റണമെന്നുണ്ടായിരുന്നു പുള്ളിയെ കൊണ്ട്, പക്ഷേ അപ്പോഴത്തേക്ക് ആരോ വന്ന് എന്നെ ഇങ്ങനെ വിലക്കി, ഇത് മാറ്റണ്ട, ഇതിന് വേറെ വിഷയങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ മൈൻഡിനെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ 10 20 പേരെ ഒരു വിളിച്ചു വരുത്തി കഴിഞ്ഞു, പക്ഷേ ഇയാൾ ഒരു വിധത്തിലും മാറ്റാൻ സമ്മതിക്കില്ല. ഞാനും പോയി എല്ലാം തീരുമാനിച്ച് പൂജയ്ക്ക് ഡേറ്റ് വരെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ വിളിച്ച് ഒരു മുടന്ത ന്യായമാണ് എന്നോട് പറഞ്ഞത്. കാരണം അയാൾ പറഞ്ഞ കാര്യം, അച്ഛനും അമ്മയും എനിക്ക് തന്ന മണ്ണാണ് സാറേ, അപ്പം അച്ഛനും അമ്മ മരിച്ചു പോയില്ലേ, ഇനി അവരില്ല ഞാൻ ഇവിടെ ഇത് നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ, അതുകൊണ്ട് നമുക്കതിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്. ഒരു കാര്യമില്ല. പക്ഷേ കുറേ കഴിയുമ്പോൾ വീണ്ടും എന്നെ വിളിച്ചിരുന്നു അയാൾ. പക്ഷെ ഞാൻ പിന്നെ കൈ കൊടുത്തില്ല. കാര്യം വെച്ചാൽ ഒന്ന് സമയത്തിൻ്റെ പ്രശ്നം, രണ്ടാമത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ ഈ ചെയ്യില്ല, അത് ഉറപ്പാണത്. അതെന്താണ് അദ്ദേഹത്തിന് അങ്ങനെ വന്നൊരു സ്വഭാവം എന്ന് പലരും ചോദിക്കും. അദ്ദേഹത്തിന് ഈ പിശുക്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. 5 പൈസ പോകുന്നിടത്ത്, അതായത് മറ്റുള്ള ആൾക്കാർ പറയും ഈ ചാണകത്തിനകത്ത് 50 പൈസ ഇട്ട് കൊടുത്താൽ നക്കിയെടുക്കുമെന്ന് പറയും. അതൊരു പഴഞ്ചൊല്ലാണ്. അത്ര ഇതാണ്. അതായത് ചാണകമാണെന്ന് നോക്കില്ല, 50 പൈസ ഇട്ടാൽ 50 പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നാക്കുകൊണ്ട് നക്കിയെടുക്കുമെന്ന് പറയും. ആ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അപ്പം ഈ ദോഷം വന്നു കഴിഞ്ഞതിന് ശേഷം ആ സ്വഭാവം അദ്ദേഹത്തിന് ഒരുപാട് വർദ്ധിച്ചു. ഇത് പൂജ ചെയ്യണം, നല്ല എമൗണ്ട് ചിലവ് വരും, പക്ഷെ അത് നടത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും പറയും. അവർക്ക് കുട്ടികൾ പോലും ആയിട്ടില്ല, അത്രയ്ക്ക് ശല്യമാണിത്. അത് മറ്റുള്ളവർ പറഞ്ഞിട്ട് തന്നെയാണ് ഇയാളെ നശിപ്പിച്ചത്. അവർക്ക് മറ്റുള്ളവർ കൊടുത്തിട്ട് പോകണം. കാര്യം ഇദ്ദേഹം ഇവിടെ അല്ല, ഇദ്ദേഹം ബോംബെയിലാണ് താമസിക്കുന്നത്, ഇദ്ദേഹവും ഭാര്യയും. അവിടെയുള്ള ഭാര്യയാണ് ഇയാളെ കല്യാണം കഴിച്ചിരിക്കുന്നത്, അവിടെയുള്ള സ്ത്രീയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത്, നീ ഇവിടെ താമസിക്കും, നീ ഞങ്ങൾക്ക് താ, നീ ചോദിക്കുന്ന വില തരാം. പക്ഷെ ഇദ്ദേഹം കൊടുക്കില്ല. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം. അതാണ് ഇവർ തമ്മിൽ വഴക്കായതും ഇദ്ദേഹത്തിന് ആ വീട് കിട്ടിയതും. അപ്പം ഒരു ശ്രുതി എന്തെന്ന് വെച്ചാൽ അത് പഴയ പുരാതനമായൊരു വീടാണ്, അതിനുള്ളിൽ നിധി ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. മണ്ടന്മാരാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഈ പിടിവലി നടത്തുന്നത്. അപ്പം അദ്ദേഹം ഇത് ഇവിടെ വന്ന് സ്വസ്ഥമായി താമസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. പക്ഷെ അതിന് പരിഹാരം അദ്ദേഹത്തിലുള്ള ദുസ്വഭാവം കാരണം നടക്കുന്നില്ല. അദ്ദേഹത്തിനൊന്ന് വെച്ചാൽ പണം കളയുന്നതിനകത്ത് ഒട്ടും താല്പര്യം. അത് ഭാര്യ എന്നോട് ഇങ്ങനെ പറഞ്ഞു, സാറേ പ്രധാന കാരണം ഇതാണ്, മുമ്പ് ഇത്രയും നക്കിത്തനമൊന്നും ഇല്ലായിരുന്നു, കാര്യങ്ങൾ ചെയ്യുമായിരുന്നു, ഇപ്പം അത് കൂടി. ഇപ്പം ഒരു ക്ഷേത്രത്തിൽ പോലും 10 രൂപ കൊടുത്ത ഒരു അർച്ചനയ്ക്ക് പോലും പൈസ കൊടുക്കില്ല, ഇപ്പം ഭയങ്കരമായി അത് കൂടിയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഇതുപോലുള്ളൊരു ദോഷം, കുടപത്രമോ അല്ലെങ്കിൽ ശത്രുദോഷം, ഒരു ദോഷം നമ്മളിലേക്ക് വന്നാൽ നമ്മളിൽ രോഗങ്ങളുണ്ടെങ്കിൽ രോഗങ്ങളെ വർദ്ധിപ്പിക്കും. അതുപോലെ നമ്മളുടെ ദുസ്വഭാവം ഉണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കും. അതുപോലെ അപകടങ്ങൾ, കാര്യങ്ങൾ, ഇങ്ങനെ പലതും നമ്മളിൽ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മളെ മുച്ചൂടും നശിപ്പിക്കും. ആദ്യം നമ്മുടെ സാമ്പത്തികത്തിനാണ് അത് കണ്ണുവയ്ക്കുന്നത്. സാമ്പത്തികം നശിക്കുന്ന വഴിയിലേക്ക് കൊണ്ടുപോകും. ദാമ്പത്യങ്ങൾ നശിക്കും, കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായിപ്പോൾ ഇങ്ങനെ പല വഴി ചെയ്തിട്ട് അവസാനം നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഇത് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടപത്രം എന്ന് പറയുന്നത് പേര് അത്ര സുഖകരമല്ല, അല്ലെങ്കിൽ അത്രയും ഒരു ലോക്കലാണെങ്കിൽ പോലും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ ജീവനെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതങ്ങളെ നശിപ്പിച്ച് കളയുന്നത് തന്നെയാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, കൂടപത്രം വന്നാൽ നമുക്ക് രോഗങ്ങൾ വരുമോ എന്നുള്ളതാണ്. രോഗം മാത്രമല്ല, നമ്മുടെ ദുസ്വഭാവങ്ങളെ വർദ്ധിപ്പിക്കുവാനും നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിനെ തടഞ്ഞു നിർത്തുവാനും അതുവഴി നമ്മുടെ ജീവിതം ദുസ്സഹമാക്കി മാറ്റാനും ആത്മഹത്യാ പ്രവണത നമ്മളിൽ ഉണ്ടാക്കാനും ഒക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. അങ്ങനെയാണ്, ശ്രദ്ധിക്കുക. ഇതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കേണ്ട, ഇതെല്ലാം ഉണ്ട്, ഇന്ന് പലയിടത്തും നടക്കുന്നുണ്ട്. എന്നാൽ താഴെക്കിടയിലേക്ക് ഇത് വളരെ കുറവാണ്. ഇത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവരുടെ ഇടയ്ക്ക് തന്നെയാണ് ഈ കൂടപത്രങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. അത് ചെയ്തു കൊടുക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങളും, അത് ക്ഷേത്രങ്ങളെന്നാണ് പറഞ്ഞത്, ഒരിക്കലും ഞാൻ ക്ഷേത്രം എന്ന് പറയില്ല, സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. എല്ലാവരും ഇതൊന്ന് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസർ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ബാധാദോഷങ്ങളോ
പ്രേത ബാധകളുടെ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ കൂടപത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഞാൻ നേരിട്ട് അവിടെ വന്നാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. ജ്യോതിഷം നിങ്ങൾക്ക് നേരിട്ട് വന്നറിയാൻ അതിനുള്ള സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അവിടെ വന്നാൽ ഞാൻ നേരിട്ടുണ്ട്, നമുക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്ന ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക.